നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കനത്ത സുരക്ഷയൊരുക്കി. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച മുറികൾ സീൽ ചെയ്ത് കേന്ദ്രസേനയെയും സായുധ സേനയെയും ലോക്കൽ പോലീസിനെയും ഉൾപ്പെടുത്തി 3 തട്ടുകളിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് നടപടികൾ പൂർത്തിയാക്കിയ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്കാണ് കനത്ത സുരക്ഷയൊരുക്കിയത്. വോട്ടെടുപ്പ് കഴിഞ്ഞയുടൻ എല്ലാ പോളിംഗ് ബൂത്തുകളിലെയും ഉദ്യോഗസ്ഥർ പോലീസ് സുരക്ഷയിൽ അവ അതത് സ്ഥലങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ചിരുന്നു. മണ്ഡലം തല സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് GPS ഘടിപ്പിച്ച വാഹനങ്ങളിൽ പോലീസ് സുരക്ഷയോടെയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവ സ്ട്രോങ് റൂമുകളിൽ എത്തിച്ചത്. വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ച മുറികൾ സീൽ ചെയ്ത് കേന്ദ്രസേനയെയും സായുധ സേനയെയും ലോക്കൽ പോലീസിനെയും ഉൾപ്പെടുത്തി 3 തട്ടുകളിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയത്. പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെയും സാന്നിധ്യത്തിൽ വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ രേഖകളും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച ശേഷം അവ പ്രത്യേക മുറികളിലേക്ക് മാറ്റി. അരക്കും തുണിയും ഉപയോഗിച്ച് മുറികളുടെ പൂട്ടുകൾ സീൽ ചെയ്യുകയും മരപ്പലക അടിച്ച് കൂടുതൽ ഭദ്രമാക്കുകയും ചെയ്തു. ഓരോ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രത്യേകം സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പോളിംഗ് തുടങ്ങിയ ശേഷം കേടായതുൾപ്പെടെയുള്ള മെഷീനുകളാണ് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചത്. മോക്ക് പോളിംഗ് വേളയിൽ തകരാർ മൂലം മാറ്റിയ EVMകളും കരുതൽ ശേഖരമായി കൊണ്ടുപോയ വോട്ടിംഗ് യന്ത്രങ്ങളും ചാത്തമംഗലത്തെ വെയർഹൌസിലേക്കും മാറ്റി. വടകര, നാദാപുരം, കുറ്റ്യാടി മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലും തിരുവമ്പാടി, കൊടുവള്ളി മണ്ഡലങ്ങളിലേത് കൂടത്തായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചത്. ബാക്കി മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം സ്ട്രോങ് റൂമിലാണുള്ളത്. സ്ട്രോങ് റൂമിന് പുറത്ത് 24 മണിക്കൂറും CCTV നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് 4 വോട്ടെണ്ണൽ ദിനത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇനി സ്ട്രോങ് റൂം തുറക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മടപ്പള്ളി ഗവൺമെൻറ് കോളേജ്, കൂടത്തായി സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.